ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ രാവിലെ തന്നെ ഞാനിത് അവിടെ ഒരു കിളി പോയ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏട്ടൻ കുറേ ദിവസമായിട്ട് ഇവിടെ ഇല്ല. ആള് തിരുവനന്തപുരം പോയിരിക്കുകയാണ് ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടൻ തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ KSRTCയിൽ വന്ന് പിന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സമയം ഇപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് എന്തായാലും ബസ്സുകൾ നമ്മുടെ അവിടേക്ക് ഇല്ല. അപ്പോൾ വിളിക്കാൻ പോകാനായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പിന്നെ അങ്ങനെ വേഗം തന്നെ വണ്ടിയൊക്കെ എടുത്ത് ആ പുലർച്ചെ സമയത്ത് തന്നെ ഞാനിതാ ഏട്ടനെ വിളിക്കാനായിട്ട് പോയിട്ടാ. 5:30 ആകുമ്പോൾ പിന്നെ റോഡിൽ വലിയ പേടിക്കാനൊന്നുമില്ല. ആൾക്കാരൊക്കെ നടക്കാൻ ഇറങ്ങുന്ന സമയമാണല്ലോ. അങ്ങനെ പോയി ഏട്ടനെ പോയി വിളിച്ചിട്ട് വന്നു. പിന്നെ അങ്ങനെ രാവിലെ ഏട്ടൻ പിന്നെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഇന്നലെ ട്രെയിനിലൊന്നും നന്നായിട്ട് ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞ് അങ്ങനെ ഏട്ടൻ ഉറങ്ങി. പിന്നെ ഞാനും കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് പിന്നെ വേഗം തന്നെ എണീറ്റ് പണികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുളിയും നനയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു രാവിലെ തന്നെ. എന്നിട്ട് പിന്നെ വേഗം തന്നെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു കോരുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ എണീറ്റ് വരണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തിങ്കളാഴ്ച ദിവസം പിന്നെ ചിട്ടിക്കുട്ടി സ്കൂളുണ്ട്. അപ്പോൾ അവൾ സ്കൂളിൽ പോകാനായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഷാരൂനാണെങ്കിൽ സ്കൂളില്ല കേട്ടോ. അവൾ ഇടയ്ക്കൊക്കെയാണ് എക്സാം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ലീവാണ്. അങ്ങനെ രാവിലെ എന്തായാലും ഞാൻ മുറ്റം അടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പണികൾ തുടങ്ങാമെന്ന് വിചാരിച്ചു. രാവിലെ ഇപ്പോൾ കഴിക്കാനുള്ളത് ഉണ്ടാക്കുന്നത് ദോശയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ വെളിയിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിൽ നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ ദോശൻ്റെ കൂടെ സിമ്പിളായിട്ട് ഒരു പരിപ്പ് കുത്തിക്കാച്ചിയതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വേറെ ഒന്നും എന്താ പറയുക ചമ്മന്തിയും ചട്നിയൊന്നും പിള്ളേർക്ക് പറ്റുന്നില്ല. ഇടയ്ക്കൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ പരിപ്പൊന്ന് കുത്തിക്കാച്ചാന്ന് വിചാരിച്ചത്. ഞാൻ സാമ്പാർ ഉണ്ടാക്കണം വിചാരിച്ചാണ് പരിപ്പ് സാമ്പാർ. പക്ഷേ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പച്ചക്കറികളൊന്നുമില്ല, ഉള്ളി പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ അടുക്കളയിൽ. അപ്പോൾ ഞാൻ കുറച്ച് പരിപ്പെടുത്ത് വേവിച്ച് പിന്നെ നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് പിന്നെ ചെറിയുള്ളി ഇത്തിരി മൂപ്പിച്ച് അങ്ങനെ തക്കാളിയും പരിപ്പും വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇട്ടു കേട്ടോ. കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തു. അപ്പോൾ ഒരു സാമ്പാറിൻ്റെ ഒരു മണമൊക്കെ ഉണ്ടാവും. സാമ്പാർ പൊടിയും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു തട്ടിക്കൂട്ട് സാമ്പാറെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ പോലും ഉള്ളി ഇല്ലല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഏട്ടനെ വിളിച്ച് കടയ്ക്ക് പറഞ്ഞയക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ നല്ല ഉറക്കത്തിലായതുകൊണ്ട് പിന്നെ ചീത്ത വിളി കേൾക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ പെട്ടെന്ന് തന്നെ പച്ചക്കറിക്കാരൻ നമ്മുടെ തൊട്ടടുത്ത് തന്നെ വന്നു. നമ്മുടെ ഉമ്മറത്ത് തന്നെ വന്നിട്ടുണ്ട് ഓട്ടോയിൽ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരാറുണ്ട് കേട്ടോ വിൽക്കാനായിട്ട്. അപ്പോൾ പച്ചക്കറി വന്നത് ഞാൻ ഓടി വന്ന് പിന്നെ കുറച്ച് ഉള്ളിയും സവാളയും തക്കാളിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ സാമ്പാറും ഒക്കെ ആയല്ലോ, പിന്നിപ്പോൾ എന്ത് ഇടാനാണ്. അപ്പോൾ പിന്നെ അങ്ങനെ മതി, തട്ടിക്കൂട്ട് മതി എന്ന് വിചാരിച്ച് സാമ്പാറിൻ്റെ കാര്യം അങ്ങനെ അവിടെ വെച്ചു. അങ്ങനെ പച്ചക്കറിക്കാരൻ വന്നതുകൊണ്ട് തന്നെ ഉള്ളിയൊക്കെ ധാരാളം വാങ്ങിയിട്ട് അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് ചെറിയുള്ളിയൊക്കെ നന്നാക്കി പിന്നെ ചെറിയുള്ളിയും തക്കാളിയും ഇട്ടിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടാണ് ദോശയ്ക്ക് കഴിക്കാനായിട്ട്. സാമ്പാർ മാത്രമല്ല ഉണ്ടായിരുന്നു, അതും ഒരു തട്ടിക്കൂട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഏട്ടനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏട്ടൻ ചിലപ്പോൾ അങ്ങോട്ട് ആൾക്ക് ചിലപ്പോൾ പിടിക്കില്ല കേട്ടോ, ഇഷ്ടം ഉണ്ടാവില്ല. ഏട്ടനാണെങ്കിൽ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ അതിനൊരു എന്താ പറയുക വായ്ക്ക് രുചിയോടെ അല്ലെങ്കിൽ ഇത്തിരി നല്ല രീതിയിൽ വേണം. അപ്പോൾ പിന്നെ കുറേ ദിവസമായല്ലോ വീട്ടിൽ നിന്ന് ഭക്ഷണവും ഇല്ല. അപ്പോൾ എന്തായാലും വന്ന വഴിക്ക് തന്നെ എനിക്ക് ചീത്ത കേൾക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ കുറച്ച് ഉള്ളിയൊക്കെ എടുത്തിട്ട് ചമ്മന്തിയും കൂടെ ഉണ്ടാക്കി. അങ്ങനെ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാത്രമാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി അങ്ങനെ ഉണ്ടാക്കി കഴിക്കുകയാണല്ലോ. അപ്പോൾ അത് ഞാനിപ്പോൾ ദോശയാണെങ്കിൽ വെറും ചായൻ്റെ കൂടെയാണെങ്കിൽ കഴിക്കും. അതുപോലെ പിള്ളേർക്കും ഏട്ടനൊന്നും അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ പണ്ടും ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഏട്ടൻ പുറത്തൊക്കെ ആയിരിക്കും മിക്കവാറും ജോലി. ഇപ്പോൾ കുറച്ചൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇവിടെ നാട്ടിൽ നിൽക്കുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ അയാൾ തൃശ്ശൂരും എറണാകുളത്തൊക്കെയാണ്. അപ്പോൾ ആഴ്ചയിലൊക്കെയാണ് വരിക. അപ്പോൾ ആഴ്ചയിൽ വരുന്ന സമയത്ത് ഞായറാഴ്ച ദിവസമായിരിക്കും ഞങ്ങൾക്ക് എപ്പോഴും സ്പെഷ്യൽ ഉണ്ടാവും കേട്ടോ. ഇപ്പോഴൊക്കെയാണ് സ്പെഷ്യലൊന്നും ഇല്ലാത്തത്. കാരണം എന്നും ഡെയിലി വീട്ടിലായതുകൊണ്ട് സ്പെഷ്യലും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഏട്ടൻ വരുന്ന സമയത്ത് പിന്നെ എന്താ പറയുക എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇറച്ചിയായിട്ടോ മീനായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എനിക്ക് ഓർമ്മ വരികയാണ്. ഇപ്പോൾ കുറച്ച് ദിവസം വീട്ടിലില്ലാണ്ട് പിന്നെ വന്ന സമയത്ത് എനിക്കങ്ങനെ ഓർമ്മ വരികയാണ്. അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ നമ്മൾ ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെ വെച്ച് കഴിച്ചു കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് എന്താണ് ഉച്ചക്കത്തേക്ക് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ്.
അപ്പോൾ ഇന്നിപ്പോൾ ഏട്ടനോട് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരണോ ഉണ്ടാക്കണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചപ്പോൾ പിന്നെ ഏട്ടൻ അങ്ങനെ ഒരു മടി, പോവാനായിട്ട് വയ്യ, ക്ഷീണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കുളിയും കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ എവിടെയും പോയില്ല കേട്ടോ. അപ്പോൾ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു, ഇന്നലെ മത്തി വാങ്ങിച്ചതിൻ്റെ മീൻകറി ഉണ്ട്, മീൻ വറുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് മതി, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, ഇനിയിപ്പോൾ ഇന്നിപ്പോൾ വേറെ ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു ഏട്ടൻ. അപ്പോൾ ശരിയെന്നും പറഞ്ഞാൽ എനിക്കും പണി ലാഭമാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ എന്തായാലും ഉപ്പേരിയായിട്ട് അല്ലെങ്കിൽ മെഴുക്ക് വരട്ടി പോലെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് രാവിലെ ഉരുളക്കിഴങ്ങൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒരു ആലു കറിയൊക്കെ ഉണ്ടാക്കിയിട്ടാ. അപ്പോൾ ഇന്നത്തെ കാര്യം ഇപ്പോൾ എന്തായാലും ഇങ്ങനെ പോട്ടെ എന്നും വിചാരിച്ചു. അങ്ങനെ ചോറും വെച്ചെടുത്തു. പിന്നെ ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു, അത് ചൂടാക്കി നമ്മളിതാ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കി. പിന്നെ മീൻ വറുക്കാനും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ടാണ് ഉച്ചയ്ക്ക് കഴിച്ചത്. അങ്ങനെ നമ്മളിതാ ഒരടുപ്പത്ത് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് വെച്ചു, പിന്നെ മറ്റേ അടുപ്പിൽ നമ്മൾ മീൻ വറുക്കാനായിട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഒന്ന് ഊറ്റി വെച്ചു. അപ്പോൾ വെയിലാകുമ്പോഴത്തേക്കും ചോറൊക്കെ അടുപ്പത്ത് നിന്ന് വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. നല്ല പുറത്തൊക്കെ നല്ല ചൂടാണ് കേട്ടോ, നല്ല വെയിലുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇപ്പോൾ ബുധനാഴ്ച ആ സമയത്തൊക്കെ നല്ലൊരു മഴൻ്റെ ഒരു കോളുണ്ടായിരുന്നു, അത്ര ചൂടും കാര്യങ്ങളൊന്നുമില്ല. മഴ വരും എന്നൊക്കെ ഉള്ളൊരു ഇതിലായിരുന്നു കേട്ടോ, നല്ല കാറ്റും ചെറിയൊരു ഇടിയും ഉണ്ടായിരുന്നു. പക്ഷെ മഴ അങ്ങനെ പെയ്തൊന്നുമില്ല, ചെറുതായിട്ട് ഇങ്ങനെ തൂളിയിട്ട് പോയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ എന്നൊക്കെ ഒന്ന് പറയാം കേട്ടോ. ഏട്ടനാണെങ്കിൽ തിരുവനന്തപുരം പോയ ആ ദിവസം തന്നെ നല്ല മഴയായിരുന്നു അവിടെ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ മഴ പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇത്രയും ദിവസം അങ്ങനെ മഴയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഇന്നലെയൊക്കെ ചെറിയൊരു മഴൻ്റെ കോളൊക്കെ ഉണ്ടായിരുന്നു, ഇടിമിന്നലും നല്ല കാറ്റും മഴയൊക്കെ പെയ്യുന്ന ഒരു ഇതിൽ വന്നു. പക്ഷെ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മളിതാ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഞാനിത് പാൽ ഉണ്ടല്ലോ, നമ്മൾ പാൽ വാങ്ങിച്ചിട്ട് വന്നത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടാ. മോരിന് എടുക്കണ മുമ്പ് നന്നായിട്ട് തിളപ്പിച്ച് തണുക്കാൻ വെച്ചിട്ടാണ് ഞാൻ എന്താണ് മോരിനല്ല പാൽപ്പാട എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒക്കെ വെച്ചു. പിന്നെ ഇത് വന്നിട്ട് വേറൊരു ദിവസം എടുത്താണ് കേട്ടോ, അതിൻ്റെ പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു കമൻറ്റ് ബോക്സിൽ എന്താണ് ഒരു കുട്ടി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ട് ഫുള്ളായിട്ടൊന്ന് കാണിക്കുമോ, നല്ല സോഫ്റ്റ് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാനിതവിടെ ഇതുപോലെ നമ്മൾ ആട്ടപ്പൊടി എടുക്കും, നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിച്ചതിപ്പോൾ. അപ്പോൾ ആട്ടപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇതുപോലെ ഒരു ടീസ്പൂണ് നെയ്യിട്ട്, അത് എന്താ പറയുക, വേണമെന്നൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു നെയ്യിൻ്റെ ഒരു മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ചെറുപഴം ഉണ്ടെങ്കിൽ അത് ഒന്ന് ചേർത്ത് കൊടുക്കുക, 1-2 ചെറുപഴം, ഞാലിപ്പൂവനൊക്കെ ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുത്താൽ അതിനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ, പഞ്ചസാരയും ഉപ്പും നെയ്യും മാത്രം ഇട്ടിട്ട് ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. ഒരുപാട് ചൂടുവെള്ളം, ചെറിയ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കുഴച്ച് കുറച്ച് നേരം അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് ഏട്ടൻ എന്താ പണിക്കൊക്കെ പോയിട്ട് വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഏട്ടൻ വരുമ്പോൾ ഞാൻ എന്താ പറയുക, ഇല്ലാത്ത സാധനങ്ങളൊക്കെ പറയും, നാളത്തേക്ക് എന്തെങ്കിലും വേണമെങ്കിലോ അല്ലെങ്കിൽ ഒക്കെ പറയും. അപ്പോൾ ഏട്ടൻ ഗോതമ്പിൻ്റെ റവയും പിന്നെ ചായക്കുള്ള എണ്ണക്കടിയും പിന്നെ ഇതാ 2 മാങ്ങയൊക്കെ എവിടെ നിന്നൊക്കെയോ കിട്ടിയിട്ട് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അങ്ങനെ പിന്നെ ചായക്കടിയൊക്കെ കൊണ്ടുവന്നപ്പോൾ അതാ വേഗം തന്നെ ചായ ഉണ്ടാക്കിയോന്നും പറഞ്ഞു. അപ്പോൾ ഏട്ടനുള്ള ദിവസം ഏട്ടൻ പണിമാർ വരുന്ന സമയത്താണ് കേട്ടോ ഞാൻ ചായ വെക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഏട്ടൻ എണ്ണക്കടിയൊക്കെ കൊണ്ടുവരും, വടയോ പൊക്കവടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഇന്നിപ്പോൾ മുട്ട ബജിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ വേഗം തന്നെ ചായ ഇട്ടു. പിന്നെ ചാരുമ്മ ട്യൂഷന് പോയതുകൊണ്ട് അവൾക്ക് ചായ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ മുട്ട ബജിയൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ കൂടെ ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചമ്മന്തി മുട്ട ബജി ചായയൊക്കെ കൂടെ അങ്ങനെ കഴിക്കാനായിട്ട് നിന്നു. അപ്പോൾ ഇത് വല്ലപ്പോഴും ഉള്ളൂ കേട്ടോ, എണ്ണക്കടിയൊക്കെ വല്ലപ്പോഴും വാങ്ങിക്കുള്ളൂ, ഡെയിലി അങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ല. ഡെയിലി വാങ്ങിച്ചാൽ ഞാൻ വേണ്ടാന്ന് പറയും, കാരണം ഇത് എന്നും കഴിക്കുന്നത് നല്ലതല്ലല്ലോ, ഇതിപ്പോൾ സോഡ പൗഡറൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ എന്നും ഞാൻ കൊണ്ടുവരണ്ടെന്ന് പറയും. അപ്പോൾ വല്ലപ്പോഴൊക്കെ ആയിട്ടതുപോലെ
വടയോ പക്കോടയൊക്കെ വാങ്ങിച്ചിട്ട് വരും കേട്ടോ. അങ്ങനെ ഞാൻ ചായയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഞാനും ചിട്ടിക്കുട്ടിയും അച്ഛനും ഏട്ടനും കൂടെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പം ടി വിൻ്റെ മുമ്പിലാണ് പോയി ഇരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരിക്കും. അങ്ങനെ ഒരുപാട് നേരം അങ്ങോട്ട് ഇരിക്കാനും പറ്റില്ല. പിന്നെ നമ്മൾ അടുക്കളയിൽ പണികൾ കുറേ ബാക്കിയുണ്ട്. അപ്പോൾ വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ ഗ്രൈൻഡറിൽ മാവ് അരയ്ക്കാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഡലിക്ക്. അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങി കുഴച്ച് വെക്കുകയാണ് നാളത്തേക്ക്. അപ്പം ഞാൻ ആവശ്യത്തിന് എടുത്തിട്ട് ഉപ്പിട്ട് കലക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കപ്പം ഈ സമയത്ത് ഞാൻ ഉപ്പിട്ട് കലക്കാറില്ല. വെറുതെ ഇങ്ങനെ കൈയിട്ടിട്ട് കലക്കി എടുത്ത് വയ്ക്കും. പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അങ്ങനെ മാവും കലക്കി വെച്ചു. പിന്നെ ചപ്പാത്തിക്കുള്ള കറി ഉണ്ടാക്കുകയാണ്. കറി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ കടച്ചക്കയാണ് കേട്ടോ. കടച്ചക്കയും ഉരുളക്കിഴങ്ങും മുറിച്ച് മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളകും ഉപ്പും ചേർത്തിട്ട് കുക്കറിനകത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് അതിന് കുറച്ച് നമ്മൾ വറവിടുകയല്ല, നമ്മൾ വറുത്തരച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. തേങ്ങ വറുത്തരച്ച് വെക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് പെരിഞ്ചീരകവും 2-3 ചെറിയുള്ളിയും ഒരു 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ നമ്മൾ വറമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. വറമുളകിൻ്റെ പകരം നമ്മൾ മുളക് പൊടി ചേർത്താലും മതി. ഇപ്പം മുളക് ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് മുളക് ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അത് മൂത്ത് വരുന്ന സമയത്ത് തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ഒന്ന് വെള്ളമൊക്കെ വറ്റി അതിൻ്റെ ഒരു ഡ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് മല്ലിപ്പൊടിയും ഇത്തിരി ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇവിടെ മുളക് പൊടി ചേർക്കില്ല കേട്ടോ. നമ്മൾ വറമുളക് ഇട്ടിട്ടുണ്ടല്ലോ എരിവിന് വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് വഴട്ടുകയല്ല, നന്നായിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ കടച്ചക്കയും ഉരുളക്കിഴങ്ങും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മസാലക്കൂട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അവസാനം നമുക്ക് കടുക് പൊട്ടിക്കാം കേട്ടോ. കടുക് പൊട്ടിക്കാനായിട്ട് അടുപ്പത്ത് ചെറിയൊരു ചീനച്ചട്ടിയൊക്കെ വെച്ച് അതിൽ എണ്ണയൊക്കെ ഒഴിച്ച് കടുകിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ താളിക്കുന്നത് ഇവിടെ ചെറിയുള്ളിയിലാണ് കേട്ടോ. അങ്ങനെ കടുക് പൊട്ടി തുടങ്ങുന്ന സമയത്ത് ഒരു 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമ്മൾ ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചാൽ നല്ലൊരു മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കടച്ചക്ക ഇതുപോലെ മസാല ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചപ്പാത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ദോശ, ഇഡ്ഡലി, നമുക്ക് പലഹാരത്തിൻ്റെ കൂടെയൊക്കെ ഈ ഒരു മസാലക്കറി നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ മസാലക്കറി എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് മിക്ക പലഹാരത്തിൻ്റെ കൂടെയും കഴിക്കാമല്ലോ. അപ്പോൾ അതുപോലത്തെ ഒരു കറിയാണ് കേട്ടോ ഇത്. കടച്ചക്ക ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ. അങ്ങനെ നമ്മൾ വറവൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ ഒരു കറിയിലേക്ക് എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുഴച്ച് വെച്ച മാവ് കുറേ സമയമായിട്ടാണ് ഇരിക്കാൻ തൊട്ട്. ഏകദേശം 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് വേറെ പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് തീർത്തിട്ടല്ലേ വന്ന്. അപ്പോഴേക്കും മാവൊക്കെ ഒന്ന് സെറ്റായി വന്നു. പിന്നെ ഞാൻ മാവൊക്കെ ഒന്ന് കുഴച്ച് പരത്തുകയാണ് കേട്ടോ. കറിയെല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ സമാധാനത്തിൽ മാവൊക്കെ കുഴച്ച് പരത്തിയെടുക്കാം. അങ്ങനെ ഞാൻ പത്തിരി പ്രസ്സൊന്നും ഇല്ല കേട്ടോ എൻ്റെ കയ്യിൽ. അതൊന്ന് മേടിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഒന്ന് പറ്റുമ്പോൾ ഒന്ന് വാങ്ങിക്കണം. അപ്പോൾ ഞാനിങ്ങനെ ചപ്പാത്തി പരത്താനുള്ള ഒരു മടി കൊണ്ട് അധികം ചപ്പാത്തി ഉണ്ടാക്കാറില്ല. ചില സമയങ്ങളിൽ ഭയങ്കര മടിയാണ് കേട്ടോ. ചിലപ്പോൾ തോന്നും ഈസിയാണെന്ന് തോന്നും. അപ്പോൾ ഞാനിത് അങ്ങനെ ആണ് കേട്ടോ പരത്തുന്നത്. ചിലർ നല്ല സ്പീഡിൽ പരത്തും. നമുക്കങ്ങനെ സ്പീഡിലൊന്നും കിട്ടില്ല. പക്ഷേ ഏകദേശം ഒരു സ്പീഡിൽ ഇതുപോലെ നല്ല റൗണ്ട് ഷേപ്പിലൊക്കെ കിട്ടും കേട്ടോ. ചിലവർക്ക് കിട്ടില്ല എന്നൊക്കെ പറയും. എനിക്ക് ചിലപ്പോഴൊക്കെ ശരിയാവും, ചിലപ്പോഴൊക്കെ ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ മാവ് കുഴയ്ക്കുന്ന ഒരു രീതിക്ക് ഉണ്ടാവും നമ്മുടെ ഈ ഒരു ചപ്പാത്തിൻ്റെ ഷേപ്പൊക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ചപ്പാത്തിയൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് പരത്തി എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ദോശക്കല്ലിൽ. അപ്പോൾ ഞാൻ ഈ ഒരു ദോശക്കല്ലിലല്ലാണ് ദോശ ഉണ്ടാക്കുന്നതും ചപ്പാത്തി ഉണ്ടാക്കുന്നതും. ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞ വഴിക്ക് നമ്മുടെ ഓയിൽ എടുത്തിട്ട് ഈ ഒരു ദോശക്കല്ലിൻ്റെ മേലെ നന്നായിട്ട് പുരട്ടി കൊടുത്ത് അതൊന്ന് പുകഞ്ഞ് താവണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് പിറ്റേ ദിവസം ദോശ ഉണ്ടാക്കാം. ഒരു ഒട്ടലോ തട്ടലോ ഒന്നും ഉണ്ടാവില്ല. നല്ല വൃത്തിക്ക് തന്നെ ദോശയും കിട്ടും. അങ്ങനെ നമ്മൾ പൊള്ളച്ചെടുത്ത നല്ല നല്ല അടിപൊളി ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എണ്ണയൊന്നും തൂവാറില്ല കേട്ടോ. എപ്പോഴും ചപ്പാത്തി പറയുന്നത് ഹെൽത്തി ആയിട്ട് കഴിക്കണമല്ലോ. എണ്ണ തൂവിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറയും. പക്ഷേ ഞാൻ എപ്പോഴും എണ്ണ വെക്കാറില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും കടച്ചക്കയും ഉരുളക്കിഴങ്ങിട്ട് മസാലക്കറിയൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ അത്താഴം കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരെയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.